നമ്മൾ മനുഷ്യരെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബിസിയും കഴിഞ്ഞിട്ട് ഒരിടത്തെത്തുമ്പോൾ ഉള്ളിലൊരു ശൂന്യത അനുഭവിക്കും. എല്ലാം ഉണ്ടെങ്കിലും ഒരു തൃപ്തിയില്ലാത്തൊരവസ്ഥയുണ്ടാകും. പണമുണ്ടാകും, ബന്ധങ്ങളുണ്ടാകും, സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടാകും. പക്ഷേ ഉള്ളിലൊരു ചോദ്യമുണ്ടാകും. ഇതിലൊന്നും ഞാൻ തൃപ്തനല്ലല്ലോ, ഇതാണോ എല്ലാം എന്നുള്ള ഒരു ചോദ്യം. ആ ചോദ്യം വരുന്ന നിമിഷം തന്നെ ശിവൻ ഗുരുവായി നമ്മുടെ ഉള്ളിൽ നമ്മുടെ വാതിൽ തട്ടും. കാരണം ആ ചോദ്യം ഒരു സാധാരണ ചോദ്യമല്ല. അതൊരു വിളിയാണ്, അതൊരു ജാഗ്രതയാണ്. അതാണ് ആത്മാവിൻ്റെ ശബ്ദം. നമ്മൾ പലപ്പോഴും ആ ശബ്ദത്തെ അവഗണിക്കും. കാരണം ലോകം നമ്മളെ മറ്റെങ്ങോട്ടുമാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇത് നേടണം, അത് നേടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തിരക്കിലാക്കും. പക്ഷെ ചില ആളുകളുണ്ട്, അവർ ഒരു ചോദ്യം, അതായത് ആ ഒരു മനസ്സിൽ തോന്നുന്ന ആ ചോദ്യത്തിന് വിട്ടുകളയില്ല. അവർക്കതിന് മറുപടി വേണം. അവർക്കുള്ള ആ ഒരു ആകാംക്ഷയാണ് ശിവനെ ഗുരുവായി അവർക്കടുത്തേക്ക് കൊണ്ടുവരുന്നത്. ശിവൻ ഗുരുവായി വരുമ്പോൾ അത് പല രൂപത്തിലായിരിക്കും. ചിലപ്പോൾ അതൊരു മനുഷ്യനായിട്ട് വരും. നമ്മളൊരാളെ കണ്ടുമുട്ടും. ആദ്യമായി കണ്ടു കഴിഞ്ഞാലും ആ ഒരു അടുത്ത ബന്ധം, ആരോ അടുത്ത ഒരാളാണ് എന്നുള്ള അതുപോലെ ഇരുന്ന് തോന്നും. അവർ സംസാരിക്കുമ്പോൾ അത് സാധാരണ വാക്കുകൾ പോലെ നമ്മൾക്ക് തോന്നില്ല. അത് നമ്മളെ സ്പർശിക്കും, അത് നമ്മളെ മാറ്റും, നമ്മളെ ചിന്തിപ്പിക്കും. ആ മനുഷ്യൻ നമ്മളെ ഒന്നിനും നിർബന്ധിക്കില്ല. പക്ഷേ നമ്മൾ തന്നെ മാറാൻ തുടങ്ങും. അതാണ് ഗുരുവിൻ്റെ അടയാളം. അതാണ് ശിവൻ്റെ സ്പർശം. ചിലപ്പോൾ ഗുരു ഒരു പുസ്തകമായിട്ട് വരും, ഒരു വീഡിയോ ആയിട്ട് വരും, ഒരു ചെറിയ വാചകമായിട്ട് വരും. നമ്മൾ പലതും കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. പക്ഷേ ഒരിക്കൽ ഒരു വാചകം നമ്മളെ ആഴത്തിൽ തൊടും. ഇത് തന്നെയാണ് ഞാൻ തിരഞ്ഞത് എന്ന് നമ്മൾക്കപ്പോൾ തോന്നും. അത് യാദൃച്ഛികമല്ല, അത് ശിവൻ്റെ മാർഗദർശനം തന്നെയാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ശിവനെപ്പറ്റി, ഭഗവാനെപ്പറ്റി ഇത്രയധികം സംസാരിക്കണമെങ്കിൽ എനിക്കത് ഭഗവാന്റെ കൃപ തന്നെയാണ്. ഇല്ലെങ്കിൽ ശിവനെപ്പറ്റി ഒന്നും അറിയാതെ, അല്ലെങ്കിൽ ഭഗവാന്റെ അമ്പലത്തിൽ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് മാത്രം പോയിരുന്ന ഞാൻ ഭഗവാനെപ്പറ്റി ഇത്രയും ആഴത്തിൽ പറയണമെങ്കിൽ എനിക്കത് ഭഗവാൻ തരുന്ന വാക്കുകളാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ആ കൊറോണയുടെ മരണശയ്യയിൽ കിടന്ന് ഭഗവാൻ എന്നിലേക്ക് എത്തി. ആ സിസ്റ്റർ ഓം നമഃശിവായ മന്ത്രം ചൊല്ല്, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞതിൽ തുടങ്ങിയതാണ് ഭഗവാനോടൊപ്പമുള്ള എൻ്റെ യാത്ര. ആ യാത്ര BMC മലയാളം മെഡിറ്റേഷനിൽ ചെന്നു. അവിടെ നിന്ന് ആ ധ്യാനാവസ്ഥയിൽ എൻ്റെ ഗുരുവിനെ ഞാൻ കണ്ടുമുട്ടി. എൻ്റെ ഉദ്ദേശം, എൻ്റെ ആത്മാവ് എന്താണ് തേടുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഭഗവാനെ ഞാൻ ഇത്രയധികം ഭഗവാനെ പറ്റി പറയുന്നത്. ഈ ഒരു അനുഭവം പലർക്കും പറയാനുണ്ടാവും. അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ തോന്നി, എൻ്റെ ഈ തിരക്കേറിയ എൻ്റെ ആ ഒരു ഷോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് അത്രയധികം എൻ്റെ ജോബ് വളർന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്നൊന്ന് ബ്രേക്ക് ഡൗൺ ആകാനും, ഞാൻ അതിൽ നിന്നും മാറിപ്പോകാനും, അസുഖമാകാനും, തനിമപ്പെടാനും, അതിൽ നിന്നുള്ള ആ വേദനയിൽ നിന്ന് ഞാൻ ഭഗവാനെ വീണ്ടും വീണ്ടും ആഴത്തിൽ തേടാനും, ഇതൊക്കെയും ഭഗവാന്റെ തീരുമാനമായിരുന്നു. ഭഗവാൻ എന്നിലേക്ക് ഗുരുവാണ് ഗുരുവായിട്ട് എന്നെ എന്നിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു അനുഭവം പലർക്കും ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ അനുഭവങ്ങൾ വഴിയാണ് ഭഗവാൻ ഗുരുവായി വരുന്നത്. നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, നിരാശകൾ, ഇവയൊക്കെയും നമ്മളെ തകർക്കാനല്ല, നമ്മളെ ഉണർത്താനാണ് വരുന്നത്. ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് എനിക്കിത് മാത്രമെന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകും, ആ അനുഭവം നമ്മളെ എന്തോ ഒന്ന് പഠിപ്പിച്ചു, നമ്മളെ ശക്തരാക്കുകയായിരുന്നു, നമ്മളെ കൂടുതൽ ബോധമുള്ളവരാക്കുകയായിരുന്നു. ആ വേദന തന്നെയാണ് നമ്മളെ ഗുരുവാക്കി, നമ്മളെ ആ ഗുരുവായി നിന്ന് ആ വേദനകളാണ് നമ്മളെ മാറ്റിയത്. അത് ശിവൻ്റെ ആ രൂപം തന്നെയായിരുന്നു എന്ന് വേണം നമ്മളത് മനസ്സിലാക്കാൻ. നമ്മൾ പലപ്പോഴും കരുതുന്നത് ഗുരു എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാം സുഖകരമായ വഴിയിലേക്ക് കൊണ്ടുപോകാനാണ് എന്ന്. പക്ഷേ യഥാർത്ഥ ഗുരു നമ്മളെ സത്യം കാണിക്കും. അത് ചിലപ്പോൾ സുഖകരമായിരിക്കില്ല, പക്ഷേ അത് നമ്മളെ മോചിപ്പിക്കും. ശിവൻ അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, എനിക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണം BMC മലയാളം മെഡിറ്റേഷനിൽ സീമാജി യഥാർത്ഥമായ ഒരു ഗുരുവാണ്. ഈ പ്രകൃതി ശക്തി തന്നെയാണ് സീമാജി. അതായത് ഒരു ഒരു യഥാർത്ഥ ഗുരു കഠിനമായിട്ട് സംസാരിക്കും.
പഞ്ചാര വാക്കുകൾ പറഞ്ഞ് തന്നിലേക്ക് എല്ലാവരെയും അടുപ്പിക്കാൻ ശ്രമിക്കില്ല. നീ വാ, ഞാൻ എല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആരെയും ക്ഷണിക്കില്ല. നിനക്ക് ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ VMC മലയാളം മെഡിറ്റേഷനെ പറ്റി നീ അത് മനസ്സിലാക്കി, നീ അത് കേട്ടു, കണ്ടു, മനസ്സിലാക്കി, നിനക്കത് അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ അത് നിൻ്റെ വഴിയാണ്. ഈ പ്രപഞ്ചം നിനക്ക് തരുന്ന ഒരു വഴിയാണത്. അതിൽ പിടിച്ച് നീ നിൻ്റെ ജീവിതത്തിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നെല്ലാം നീ രക്ഷപ്പെട്ട് യഥാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കി നീ ജീവിതത്തിൽ ഒരു എന്താ പറയുക, ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീ വാ. അതും നിനക്ക് വേണമെങ്കിൽ മാത്രം. നിർബന്ധിക്കുന്നില്ല. സീമാജി ഒരിടത്തും ആരെയും നിർബന്ധിച്ച് കൂടെ നിർത്തുന്നില്ല. അതെൻ്റെ സ്വന്തം അനുഭവമാണ്. നമ്മളെ ഒരു യഥാർത്ഥ ഗുരു നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം, നമ്മുടെ ആ ഒരു ഭ്രമങ്ങളിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരും. നമ്മുടെ അഹങ്കാരത്തെ പൊളിച്ചെടുക്കും. അത് ചിലപ്പോൾ വേദനയായിട്ട് തോന്നും, പക്ഷേ അത് അനുഗ്രഹം തന്നെയാണ്. ആ വേദനയിലും ആ ഗുരുവിനെ പിന്തുടരാൻ ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അത് അവൻ്റെ രക്ഷാമാർഗമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ജീവിതത്തിൻ്റെ വേദനകളിൽ നിന്നും നിരാശകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഒരു സമയത്ത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉള്ളിൽ നമുക്ക് ശാന്തമായ ഒരു ശബ്ദം കേൾക്കാം. ഇത് ശരിയില്ല, ഇതാണ് ശരിയായ വഴി. അത് നമ്മുടെ ചിന്തകളല്ല, അത് ഒരു ആഴത്തിലുള്ള മാർഗദർശനമാണ്. നമ്മൾ ആ ശബ്ദം കേൾക്കാൻ പഠിച്ചാൽ നമ്മൾ ഒരിക്കലും തെറ്റായ വഴിയിൽ പോകില്ല. ആ ശബ്ദം തന്നെയാണ് ശിവൻ ഗുരുവായി സംസാരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾക്ക് നേടേണ്ട എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിനുള്ളിലൊരു തോന്നലുണ്ടാകും, ഇത് വേണ്ട, ഇത് ശരിയില്ല എന്ന്. പക്ഷേ നമ്മൾ ആ ഒരു കാര്യത്തിനെ അത്രയ്ക്ക് ആഗ്രഹിച്ചതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾക്കതൊരു ആർഗ്യുമെൻ്റ് ചെയ്ത് നമ്മളത് നേടാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞത് വേണ്ട എന്നുള്ള ആ ഒരു ശബ്ദം ഗുരുവായി വന്ന് നിങ്ങളോടത് പറഞ്ഞു, നിങ്ങളെ ഓർമ്മിപ്പിച്ചു. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ആ ഒരു സാഹചര്യമില്ല നിങ്ങൾക്കവിടെ. അത്രയ്ക്ക് ആഗ്രഹിച്ച ഒരു കാര്യമാണ് നിങ്ങൾ. അത് സാധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദം നിങ്ങളവിടെ അവഗണിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദത്തെ നമ്മൾ അവഗണിക്കുമ്പോഴാണ് നമ്മൾക്ക് പരാജയങ്ങൾ ഉണ്ടാകുന്നത്. അതിനെ അംഗീകരിക്കുന്നത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. അത് പലർക്കും അംഗീകരിക്കാൻ പറ്റാറില്ല. ശിവൻ ഗുരുവായി വരാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വലിയ യാഗങ്ങളൊന്നും വേണ്ട, വലിയ പൂജകളൊന്നും വേണ്ട. സത്യമായ ആഗ്രഹം മാത്രം മതി. നമ്മൾ മനസ്സിൽ നിന്ന് വിളിക്കണം, ഒരു ആക്ടിങ്ങുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ. എനിക്ക് സത്യം അറിയണം, എനിക്ക് ശരിയായ വഴി കാണിക്കണം എന്ന് പറഞ്ഞ് വിളിക്കണം. ആ വിളി സത്യമായാൽ ഭഗവാൻ ഒരിക്കലും വൈകില്ല. അവൻ ഇതിനകം തന്നെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തയ്യാറാകാൻ കാത്തിരിക്കുകയാണ്. അതായത് പല സമയങ്ങളിൽ നമ്മൾക്ക് തന്നെ ബോധ്യമാകും. ചില കാര്യങ്ങളൊക്കെ ഓർത്തു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ശ്വാസഗതിയിൽ വ്യത്യാസം വരും. ദേഷ്യം വരുമ്പോൾ വേറൊരു രീതിയിൽ, സന്തോഷം വരുമ്പോൾ വേറൊരു രീതിയിൽ. ഈ ഒരു വൈബ്രേഷൻസ് എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്, ഈ പ്രപഞ്ചശക്തിയിലേക്ക് പോകുന്നുണ്ട്. അതെല്ലാം നമ്മൾ പലപ്പോഴും ചോദിക്കും, ഞാൻ തയ്യാറാണോ എന്ന്. അതിൻ്റെ ഉത്തരം വളരെ വളരെ ലളിതമാണ്. നമ്മൾ ഉള്ളിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറാണോ? നമ്മൾ നമ്മുടെ തെറ്റുകൾ കാണാൻ തയ്യാറാണോ? ആ തെറ്റുകളെ അംഗീകരിക്കാൻ തയ്യാറാണോ? ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാൻ തയ്യാറാണോ? എങ്കിൽ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഗുരു വരും. അത് ശിവൻ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം തരാൻ ആരാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്? അത് ഭഗവാന്റെ രൂപം തന്നെയാണ്. ഒരു സത്യം കൂടി മനസ്സിലാക്കണം. ഗുരുവിനെ കണ്ടെത്തേണ്ടത് ഒരിക്കലും നമ്മളല്ല. നമ്മൾ അത് മാനസികമായി തയ്യാറാകുമ്പോൾ ഗുരു നമ്മളെ കണ്ടെത്തും. അതാണ് ഈ സൃഷ്ടിയുടെ നിയമം. നമ്മൾ ഒരു പടി മുന്നോട്ട് വെച്ചാൽ ഭഗവാൻ 10 അടി നമ്മുടെ അടുത്തേക്ക് വരും. പക്ഷേ ആ ഒരു പടി നമ്മൾ തന്നെ വെക്കണം. അതാണ് സത്യമായ ഭക്തി. ആ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഭക്തിയില്ല. അത് ആ കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവാനോട് പറഞ്ഞ് അത് നടന്നില്ലെങ്കിൽ പോലും ഭഗവാനെ കുറ്റപ്പെടുത്താതെ, നീ എനിക്ക് സാധകമാകുന്ന സമയത്ത് നീ എനിക്ക് താ എന്നുള്ള ആ ഒരു അപേക്ഷ, അതാണ് യഥാർത്ഥ ഭക്തി. ജീവിതത്തിൽ ഓരോ സംഭവങ്ങളും ഓരോ പാഠമാണ്. അങ്ങനെ നമ്മളത് കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ എല്ലായിടത്തും ഗുരുവിനെ കാണും. ഒരു കുഞ്ഞിൻ്റെ ചിരിയിൽ പോലും കാണാൻ പറ്റും, ഒരു വൃദ്ധൻ്റെ വേദനയിൽ പോലും കാണാൻ പറ്റും, ഒരു പരാജയത്തിൽ പോലും, ഒരു വിജയത്തിൽ പോലും, എല്ലായിടത്തും ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടതായി തോന്നില്ല. കാരണം ഗുരു എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ശിവൻ ഗുരുവായി വരുന്നത്
വലിയൊരു സംഭവമൊന്നുമല്ല, അതൊരു പ്രക്രിയയാണ്. അത് സംഭവിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മളിലേക്ക് ആ മാറ്റം വരും. നമ്മളുടെ ചിന്തകൾ മാറും, നമ്മുടെ സമീപനം മാറും, നമ്മുടെ ജീവിതം തന്നെ മാറും. നമ്മളുടെ കൂടെ ഇരിക്കുന്നവരെല്ലാവരും കാരണമില്ലാതെ അകന്നു പോകും. കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും, വിമർശനങ്ങളെ നേരിടേണ്ടി വരും, പരിഹാസങ്ങൾ സഹിക്കേണ്ടി വരും. അതിനെല്ലാം കടന്നൊരു ദിവസം പിന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഇത്രയും നാൾ ശിവൻ എന്നെ കൈപിടിച്ച് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളിലെല്ലാം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അത് മനസ്സിലാക്കുന്ന നിമിഷം അതാണ് യഥാർത്ഥ അനുഭവം. അതാണ് ഗുരുവിനെ നിങ്ങൾ കണ്ടുമുട്ടിയ സമയം. അതാണ് ഭഗവാനെ അനുഭവിച്ച നിമിഷം. ഈ ഒരു ഗുരുവിൻ്റെ അനുഭവം മനസ്സിലായ ശേഷം നമ്മുടെ ജീവിതം അതേപോലെ തുടരില്ല. പുറത്തുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഉള്ളിൽ നമ്മളത് ഉള്ളിലെ കാണുന്ന രീതി മുഴുവനായി മാറിയിരിക്കും. മുൻപ് നമ്മൾ പ്രശ്നം സന്ധിച്ച ഒരിടത്തിൽ ഇപ്പോൾ അതൊരു പാഠമായിട്ട് കാണും. മുൻപ് നമ്മൾ നഷ്ടം കണ്ടെടുത്ത് ഇപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം കാണും. ഈ മാറ്റം ആരും പുറത്തുനിന്ന് നമ്മളെ പഠിപ്പിച്ചതല്ല, അത് അകത്തു നിന്ന് തന്നെയാണ് വളർന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ശിവൻ ഗുരുവായി വന്നാൽ അത് ഒരാളായി മാത്രം വരണമെന്നില്ല, അതൊരു അവസ്ഥയായിട്ട് മാറും. നമ്മൾ ഒരിക്കൽ ആ അവസ്ഥയിൽ എത്തുമ്പോൾ ജീവിതത്തിലെ ഓരോ ചെറിയ സംഭവം പോലെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ഒരു ദിവസം ഒരാൾ പറഞ്ഞ ഒരു സാധാരണ വാക്ക് പോലും നമ്മളെ ആഴത്തിൽ തൊടും. മറ്റൊരാൾക്ക് അതൊന്നുമായിരിക്കില്ല, പക്ഷേ നമ്മൾക്കതൊരു വലിയ സന്ദേശമായി തോന്നും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം ഉള്ളിൽ ഒരു തയ്യാറെടുപ്പുണ്ട്. ഗുരു പുറത്തുനിന്ന് പറയുന്നതിനേക്കാൾ ശിഷ്യൻ്റെ ഉള്ളിലെ തയ്യാറെടുപ്പാണ് സത്യത്തിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു സൂക്ഷ്മമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ഗുരുവിനെ തേടുമ്പോൾ നമ്മൾക്കിഷ്ടമുള്ള രീതിയിൽ ആരെയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കും. നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ ആശയങ്ങളുമായിട്ട് താരതമ്യത്തിൽ ആരാണ് നമ്മൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്, അവരെയാണ് നമ്മൾ ഗുരുവായിട്ട് കണ്ടെത്തുന്നത്. ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ കാണണം, ഇങ്ങനെ പെരുമാറണം എന്നൊരു ധാരണയുണ്ടാകും. പക്ഷേ ശിവൻ ആ ധാരണകളെ തകർക്കുന്ന രീതിയിലാണ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രൂപത്തിലായിരിക്കും, നമ്മൾ കരുതാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് തുറന്നു വയ്ക്കണം, വിധിയെടുത്ത് കുറയ്ക്കണം. അപ്പോൾ മാത്രമാണ് ഗുരുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ തിരിച്ചറിയുന്ന സമയം നമ്മൾക്ക് തന്നെ നമ്മളെ കാണാൻ തുടങ്ങും. മുൻപ് നമ്മൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. അവൻ അങ്ങനെ ചെയ്തു, ഇവൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ്. പക്ഷേ ഗുരുവിൻ്റെ സ്പർശം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. എൻ്റെ പ്രതികരണം ശരിയാണോ? ഞാൻ എവിടെയാണ് തെറ്റിയത്? അങ്ങനെ ഒരു ചോദ്യം നമ്മൾ മനസാക്ഷിയോട് ചോദിക്കും. ഈ ചോദ്യം തുടങ്ങുന്നത് തന്നെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. കാരണം ഇത് അഹങ്കാരത്തിൻ്റെ ചുരുളഴിയാൻ തുടങ്ങുന്ന നിമിഷമാണ്. ശിവൻ ഗുരുവായി വരുമ്പോൾ ആദ്യം തകർക്കുന്നത് അഹങ്കാരമാണ്. അത് ചിലപ്പോൾ നമ്മൾക്ക് ഒരുപാട് വിഷമം തോന്നിക്കും, കഷ്ടമായിട്ട് തോന്നിക്കും. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കിയ ഒരു ചിത്രമുണ്ട് അല്ലേ? ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഈ ആളാണ്, ഞാൻ ആ ആളാണ്, ഞാൻ ഇന്ന ആളാണ് എന്നൊരു ധാരണ. ആ ധാരണകളെല്ലാം ഒന്നൊന്നായി പൊളിഞ്ഞു വീഴും. അതൊരു നഷ്ടം തന്നെയല്ലേ? ഒരു നഷ്ടം പോലെ തോന്നും. പക്ഷേ സത്യത്തിൽ അതൊരു ശുദ്ധീകരണമാണ്. പഴയതൊക്കെ നീങ്ങിയാൽ മാത്രമേ പുതിയത് വരൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ഒരു പ്രക്രിയയിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടതായി തോന്നും. ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നൊരു വികാരം നമ്മൾക്കുണ്ടാകും. അതും ഒരു ഘട്ടം തന്നെയാണ്. കാരണം പഴയ ലോകവുമായിട്ട് നമ്മൾക്ക് ബന്ധം കുറയുകയാണ്. പഴയ കാലത്തുണ്ടായിരുന്ന നമ്മുടെ കൂടെ നിന്നിരുന്നവരെല്ലാവരും അവർ നമ്മുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഗുരു അവരെ നമ്മളിൽ നിന്ന് അകറ്റുകയാണ്. പുതിയ ബോധം പൂർണ്ണമായിട്ട് ഉറച്ചിട്ടില്ല. ആ ഇടക്കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശാന്തതയും വിശ്വാസവും വേണ്ടത് ഞാൻ ഒറ്റയല്ല, ശിവൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഉള്ളിലുള്ള ഉറപ്പാണ്. അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും കൂടെ നിൽക്കേണ്ട ആൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. ഇതിൽ മറ്റൊരു മനോഹരമായ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ശിവനെ ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെ ലളിതമാകാൻ തുടങ്ങും. മുൻപ് നമ്മളെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കണം, എൻ്റെ കൺട്രോളായിരിക്കണം എല്ലാം എന്ന് വിചാരിച്ച്. അതുകൊണ്ട് തന്നെ നമ്മൾ സമാധാനം ഉണ്ടാവില്ല, ഒരു സമ്മർദ്ദം ഉണ്ടാകും നമ്മൾക്ക്. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കാൻ പഠിക്കും. എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യാം, ഫലം ഭഗവാന്റെ കയ്യിലാണ് എന്നൊരു സമർപ്പണം. ആ സമർപ്പണം വന്നാൽ മനസ്സിന് വലിയ ഭാരം ഇറങ്ങും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്നല്ല പറയുന്നത്, പക്ഷേ പ്രശ്നങ്ങളെ കാണുന്ന രീതി മാറും. മുൻപ് നമ്മളെ പേടിച്ചിരുന്ന സമയത്തൊക്കെ നമ്മൾ പേടിച്ചിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ നമ്മളെ അധികം ബാധിക്കില്ല. കാരണം ഉള്ളിലൊരു വിശ്വാസമുണ്ട്, ഇതും കടന്നു പോകും, ഇതിലും എന്തോ പഠിക്കാനുണ്ട്. ആ വിശ്വാസം തന്നെയാണ് ഗുരുവിൻ്റെ അനുഗ്രഹം. അപ്പോൾ അവസാനമായിട്ട് ഞാൻ പറയുന്നത്, ശിവൻ എപ്പോഴും ദൂരെയല്ല.
അവൻ നമ്മളുടെ ശ്വാസത്തിനേക്കാളും അടുത്താണ്, ശ്വാസമാണ്. നമ്മൾ അവനെ അന്വേഷിക്കുന്നില്ല, പക്ഷേ അവനെ തിരിച്ചറിയാൻ പഠിക്കുകയാണ്. ആ തിരിച്ചറിവ് വന്ന നിമിഷം മുതൽ ജീവിതം ഒരിക്കലും പഴയ പോലെ ആയിരിക്കില്ല, മാറും. അതുകൊണ്ട് ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ശിവൻ എപ്പോൾ ഗുരുവായി വരും എന്നല്ല, ഞാൻ എപ്പോൾ ശിവനെ ഗുരുവായി തിരിച്ചറിയുമെന്നാണ്. ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അതാണ് അനുഗ്രഹം, അതാണ് സത്യമായ ഗുരുദർശനം, അതാണ് മോക്ഷത്തിൻ്റെ ആദ്യപടി.